ഹലോ ഗായ്സ്, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മമത ഫാമിലിയിലെ മമതയാണ്. അപ്പോൾ ഇനി ഞാൻ അങ്ങനെയാണ് കേട്ടോ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വെറൈറ്റി വേണ്ട ഇപ്പം ഹലോ ഗായ്സ് എന്ന് പറയുന്നതിനേക്കാളും അതിൻ്റെ ഒപ്പം ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഇത് ബോറാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളെ നല്ല നല്ല കമൻറ്റ് ഞാൻ സ്വീകരിച്ച് അതിനുള്ള മാറ്റങ്ങൾ തിരുത്തും കേട്ടോ. അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇടാത്തത്. വീഡിയോസ് ഇടാതെ മെയിൻ കാരണം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ തരണം ചെയ്ത് വന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ ഇടണമെന്നുണ്ട്. ചിലപ്പോൾ പകുതി വഴിക്ക് വെച്ച് നിർത്താനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇല്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം മാക്സിമം എനിക്കത് പാലിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ. പിന്നെ രാത്രി കണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ കൂട്ടിന് നല്ല കഫക്കെട്ടുണ്ട്. പനിച്ചതിന് പിന്നെ ഇപ്പോഴത്തെ പനി അറിയാലോ, പനി വന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ സൈഡ് എഫക്റ്റ് പെട്ടെന്നൊന്നും മാറുന്നില്ല. എല്ലാവർക്കും ഓരോ സൈഡായ അവസ്ഥയാണ്. ചെവി വേദന, മെയിനായിട്ടുള്ളത് കഫക്കെട്ടാണ്. അപ്പോൾ ഇന്ന് കഫക്കെട്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിനെ ഒന്ന് നെബ്ലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമുണ്ട് പോകാൻ. ഇരുവരും ആശുപത്രിയിൽ പോയിട്ട് നെബ്ലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ രാത്രിക്ക് പോകാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം ഹാർട്ടിന് ഉപയോഗിക്കുന്ന വണ്ടി തന്നെ 2 വീലറാണ്. അപ്പോൾ അതിൽ 3 ആൾ ഇരിക്കാൻ പറ്റില്ല. ഇവിടുന്ന് അത്യാവശ്യം വലുതായതുകൊണ്ട് മുമ്പിൽ ഇരുത്താനും പറ്റില്ല. ബാക്കിലാകുമ്പോൾ ഹെൽമെറ്റ് ഇടാത്തതിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നടക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ മരുന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആവിയുടെ മെഷീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ മരുന്ന് അവരെ വിഷം വാങ്ങി വീട്ടിൽ നിന്ന് തന്നെ നെബ്ലൈസ് ചെയ്താലും മതി. അങ്ങനെ ഞാൻ പറഞ്ഞ് ഏട്ടൻ കഷ്ടപ്പെട്ട് ഇന്ന് രാത്രിക്ക് കൊണ്ടുവന്നു. അതായത് ഈ വീഡിയോ എടുക്കുന്ന രാത്രിക്ക് തന്നെ കേട്ടോ കൊണ്ടുവന്ന മിഷനാണ്. എല്ലാവരും നോക്കി അതിൽ പറയുന്ന മെത്തേഡ് അനുസരിച്ചിട്ട് അതിൽ ആ വാറണ്ടി കാർഡിലുണ്ടെല്ലാം അതിലനുസരിച്ചിട്ടുള്ള ഫിറ്റാക്കി ഒക്കെ ചെയ്തു. പക്ഷെ ആവി വരുന്നില്ല. എന്താണ് കംപ്ലൈൻ്റ് എന്നൊന്നും അറിയില്ല. കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻ തന്നെയാണ്. 2 തരം മാസ്ക് ഉണ്ട്. ചെറിയ മാസ്കും ഉണ്ട്, വലിയ മാസ്കും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മിഷൻ. ഇത് അതിൽ യൂസ് ചെയ്യുന്ന വാട്ടറാണ്. പിന്നെ ഇത് ഡോക്ടർ പ്രിസർവ് ചെയ്തെന്ന ആവി ഉപയോഗിക്കേണ്ട മെഡിസിനാണ്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തെല്ലാം കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊരു കുഞ്ഞിരാമട്ടനുണ്ട് കേട്ടോ. കുഞ്ഞിരാമട്ടൻ ഏകദേശം മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാം. അവരും എല്ലാവരും വേലായുധേട്ടനും എല്ലാം കൂടി ഇത് കഷ്ടപ്പെട്ട് അവസാനം ഒന്നും നടന്നില്ല ഗൈസ്. ഇനി ഈ മിഷൻ നാളെ കൊണ്ടുപോയിട്ട് മാറ്റണം. ഇവിടിൻ്റെ കഫക്കെട്ട് അങ്ങനെയുണ്ട്. പക്ഷേ അതിന് വേണ്ടി ചില പൊടിക്കൈകളൊക്കെ ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. ചില മിഷൻ നമ്മൾ അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാത്ത വാങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അതിനെന്തെങ്കിലും ആയിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് സംഭവങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പുറമേയുള്ള ഭംഗിയല്ല. അതിപ്പം ഒരു പാഠമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്, അതുപോലെ പിമ്പിള്, അതൊക്കെ ഭയങ്കരമാണ്. ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ബ്ലാക്ക് ഇതായിട്ട് വരുന്നത്. അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ. ഹിമാലയയുടെ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു മാറ്റം തോന്നുന്നുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ 3 ബൈ. സി.